രാജ്യതലസ്ഥാനമായ ഡൽഹി വിഷവായു ശ്വസിച്ച് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയും ഹരിയാനയിലെ 13 ജില്ലകളും യു.പിയിലെ 8 ജില്ലകളിലും രാജസ്ഥാനിലെ 2 ജില്ലകളും ചേർന്ന ദേശീയ തലസ്ഥാന പ്രദേശം അഥവാ NCR വിഷപ്പുകയും പൊടിപടലങ്ങളും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപകടകരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും വിൻ്റർ തുടങ്ങുമ്പോൾ ഡൽഹി ഇങ്ങനെ മലിനമാകാറുണ്ട്. തണുത്തു തുടങ്ങുമ്പോൾ തന്നെ ഡൽഹിക്കാർ ചുമച്ചു തുടങ്ങാറുമുണ്ട്. വിഷപ്പുക വന്ന് മൂടാൻ മാത്രം ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത്? അപകടനില തരണം ചെയ്യാൻ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? വിശദമായി പരിശോധിക്കാം. ഫാക്ട് ആൻഡ് ഫോക്കസ്. തുടർച്ചയായ 4-ാം ദിവസവും സിവിയർ കാറ്റഗറിയിലാണ് ഡൽഹിയുടെ വായു ഗുണനിലവാരം. എങ്ങും ആകെ ഒരു പുകമറ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ. ഹൃദ്രോഗികൾ, ശ്വാസകോശ രോഗങ്ങളുള്ളവർ തുടങ്ങി കുടുസായി ജീവിക്കുന്ന ഡൽഹിയിലെ മനുഷ്യരിൽ വലിയൊരു വിഭാഗം വീടിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ആരോഗ്യമുള്ള വ്യക്തികൾക്ക് പോലും ഇപ്പോഴത്തെ വിഷവായുവിൽ അധികം നേരം നിന്നാൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വായുമലിനീകരണം വഷളായതോടെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ടു. GRAP ഗ്രാപ്പ് എന്നറിയപ്പെടുന്ന ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിലെ സ്റ്റേജ് 4 നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നോക്കാം രാജ്യ തലസ്ഥാനത്ത് വിഷപ്പുക നിറക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. 2023 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ ആകെ വായുമലിനീകരണത്തിൻ്റെ 85 മുതൽ 90% സംഭവിക്കുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. വെഹിക്കുലാർ പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ എമിഷൻ ആൻഡ് ബയോമാസ് ബേണിംഗ്. വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണവും വ്യവസായങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയും പിന്നെ ജൈവ ഘടകങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും. 2021 ടെറി അഥവാ ദി എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയ പഠനം ഡൽഹിയിലെ മലിനീകരണത്തിൻ്റെ മുഖ്യ കാരണമായി കണ്ടെത്തിയതും വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ കാർബൺ മോണോക്സൈഡും 2.5 മൈക്രോണിലും കുറവുള്ള മലിനീകരണം ഉണ്ടാക്കുന്ന സൂക്ഷ്മദ്രവ്യങ്ങളായ PM 2.5 പ്രധാനമായി പുറന്തള്ളുന്നു. ബസ്സുകൾ നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും പുറന്തള്ളുന്നു. ഡൽഹിയിൽ തണുപ്പുകാലം ആരംഭിച്ചു. താപനില വളരെ കുറവ്. അന്തരീക്ഷത്തിലെ ആർദ്രതയാവട്ടെ വളരെ കൂടുതൽ. അതോടൊപ്പം ഇത്തരം രാസഘടകങ്ങൾ കൂടി ചേരുന്നതോടെ നട്ടുച്ചയ്ക്ക് പോലും മൂടിക്കെട്ടിയ സാഹചര്യമാണ് തലസ്ഥാനത്ത് വന്നു ചേർന്നിരിക്കുന്നത്. ഡൽഹിയുടെ വായുവിനെ ഇത്രമേൽ ദുഷിച്ചതാക്കിയതിൻ്റെ മറ്റൊരു പ്രധാന കാരണം അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കർഷകർ വിളവെടുത്ത് ഈ സമയത്ത് തങ്ങളുടെ കൃഷിഭൂമിയിൽ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളെ കൂട്ടമായി കത്തിക്കുന്നതാണ്. ഈ പുക കേന്ദ്രസ്ഥാനമായ ഡൽഹിയുടെ ആകാശത്തേക്കുമെത്തും. കൂടെ വ്യവസായങ്ങളും സ്റ്റോൺ ക്രഷറുകളുമെല്ലാം ഓരോ നിമിഷവും മലിനമായ പുക പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. പൊടിയും മറ്റു സൂക്ഷ്മദ്രവ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് മൂലം വീടുകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയും എല്ലാം ഡൽഹിയുടെ വായുവിനെ മലിനമാക്കുന്ന മറ്റു ഘടകങ്ങളാണ്. ഇങ്ങനെ ഓരോ ഘടകങ്ങൾ കൂടി ചേർന്ന് ഡൽഹിയെ ഇത്തവണയും ഗ്യാസ് ചേംബറാക്കി മാറ്റിയിരിക്കുന്നു. ഇന്നലെ സിവിയർ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറിയതോടെയാണ് അടിയന്തര ഇടപെടലിന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഗ്രാപ്പ് 4 നടപ്പാക്കിയതോടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ. നോക്കാം പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ എന്തെല്ലാം. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്ന ട്രക്കുകൾ മാത്രമേ ഡൽഹിയിലേക്ക് പ്രവേശിപ്പിക്കൂ. അതുതന്നെ CNG, LNG ഉപയോഗിക്കുന്ന ട്രക്കുകളാവണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രക്കുകൾ മാത്രം. ഡൽഹിക്ക് പുറത്ത് UP, ഹരിയാന സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളെയും ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ, CNGയോ BS4 ഡീസൽ വാഹനങ്ങളോ മാത്രമേ അനുവദിക്കുകയുള്ളൂ. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. റോഡുകളും പാലങ്ങളും പവർ ലൈനുകളും പൈപ്പ് ലൈനുകളും അടക്കമുള്ള എല്ലാ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ അടക്കം നിർത്തിവച്ചിട്ടുണ്ട്. ട്രാഫിക് കുറക്കാൻ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമുള്ള 50% തൊഴിലാളികളോട് വർക്ക് ഫ്രം ഹോമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്കൂളുകളിൽ ഫിസിക്കൽ ക്ലാസുകളെല്ലാം നിർത്തിവെച്ചു. എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സുകളാക്കി മാറ്റി. ഇത്തരം നിയന്ത്രണങ്ങൾക്കെല്ലാം പുറമെ ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഡൽഹി സംസ്ഥാന സർക്കാരിന് സാധിക്കും. അതനുസരിച്ച് കോളേജുകൾ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്.
വാഹനങ്ങളെ നമ്പർ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് നിയന്ത്രിക്കുന്ന ഓഡ് ഈവൻ വെഹിക്കിൾ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. വായു ഗുണനിലവാര സൂചിക പ്രകാരം എയർ ക്വാളിറ്റി ഇൻഡെക്സ് 494 ഡൽഹിയിൽ ഇന്നലെ അടയാളപ്പെടുത്തിയത്. എന്നാൽ ചിലയിടങ്ങളിൽ AQI 1600 വരെ എത്തിയെന്നും കാണുന്നുണ്ട്. രണ്ടും ശരിയാണ്. ഈ കണക്കുകളുടെ കൃത്യത എന്താണെന്ന് നോക്കാം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 494 കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. ഈ സൂചിക നിലവിൽ വന്നത് തന്നെ 2015 ഇന്ത്യയുടെ ഈ AQI 500 സാധാരണ രേഖപ്പെടുത്താറുള്ളത്. 2015 ഈ സൂചിക നിലവിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ തോതാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 450 മുകളിലുള്ള എല്ലാ റീഡിങ്ങുകളും സിവിയർ പ്ലസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ഇത് സൂചിപ്പിക്കുന്നത് ആ പ്രദേശത്ത് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി നിലവിലുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് രാവിലെ ജഹാംഗീർപുരിയിലും അലിപൂരിലുമെല്ലാം 1300 മുകളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിച്ചിരുന്നു. വായുവിൻ്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്ന സ്വിറ്റ്സർലൻഡ് കമ്പനിയായ IQ എയർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ 1600 മുകളിലടക്കം റീഡിങ്ങുകൾ കാണിച്ചിരുന്നു. ഇതുപോലുള്ള മിക്ക അന്താരാഷ്ട്ര വായു ഗുണനിലവാര സൂചികകൾക്കും അപ്പർ ലിമിറ്റ് ഇല്ല എന്നതാണ് ഈ നമ്പറുകൾ കാണിക്കാൻ കാരണം. എത്ര വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും കാണിക്കുന്നത് ഗുരുതരമായ ആ യാഥാർത്ഥ്യം തന്നെയാണ്. രാജ്യ തലസ്ഥാനത്തെ വായുവിൻ്റെ ഗുണനിലവാരം അപകടകരമാം പരിധിയിൽ എത്തിയിരിക്കുന്നു. അടിയന്തര ഇടപെടലുകൾ ഫലം കണ്ടിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഡൽഹി ഒരു ഗ്യാസ് ചേംബറായി മാറും.